പ്രീ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ റീസെന്റ് കഴിഞ്ഞതേ ഉള്ളൂ. 10 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. BK2345 നല്ല ഫാൻസി നമ്പർ വണ്ടിയിൽ. പക്ഷെ ഇത് എവിടെയോ കണ്ടിട്ടുണ്ട്. ഇതല്ലേ ആ വണ്ടിയും? ടയർ ഒരു കല്ലിൽ കുത്തിയിട്ട് ഈ വണ്ടി ഒരു 3 മാർച്ചിന് പറഞ്ഞ് താഴെ വന്നു. മഞ്ഞ പെയിന്റ് ഒക്കെ അടിച്ച് വണ്ടി മൊത്തത്തിൽ മാറ്റി. നൻപകളെ, വണ്ടി കച്ചവടം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടാസ്ക് ഉള്ള ഒരു ഫീൽഡാണ്. ഇതേ ടാസ്ക് ഉള്ള ഫീൽഡിൽ ഒരു പെൺകുട്ടി ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാര്യം അത്രത്തോളം കറേജും സ്മാർട്ട്നെസ്സും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് മാത്രമേ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അത്തരം തന്റെ കാര്യങ്ങളൊക്കെ എന്തായാലും വേണം. ഓക്കെ, ഇപ്പം ആണായാലും പെണ്ണാണെങ്കിലും ഇത് ആരുമായിക്കോട്ടെ, എന്ത് ബിസിനസ്സും ആയിക്കോട്ടെ, ഒരു കസ്റ്റമറിനെ പറ്റിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓക്കെ, നമ്മളിവിടെ സംസാരിക്കുന്നത്, ഞാനിവിടെ സൈഡിലോട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കൊടുക്കാം. ലിച്ചൂസ് കൊച്ചിക്കാരി അച്ചായത്തനാണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിന്റെ പേര്. അപ്പം ഇതിനകത്ത് ബയോയിൽ കൊടുത്തിട്ടുണ്ട് വണ്ടി കച്ചവടക്കാരി. അപ്പൊ പുള്ളിക്കാരുടെ ഈ ഒരു വണ്ടി കച്ചവടത്തെ റിലേറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോക്ക് സംസാരിക്കുന്നത്. അതായത് റീസെന്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് ഓടി കളിക്കുന്ന ഒരു വീടുണ്ട്. അതായത് പുള്ളിക്കാരുടെ ഒരു മഞ്ഞ കളർ പജീരോ സെയിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരി ഫസ്റ്റ് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഈ കാണുന്ന പജീറോ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു 10,000 രൂപ കാട്ടാൻ ഞാൻ തരാനായിട്ട് പോകുന്നത്. ആകെ 100 മാത്രം നമ്മൾ പ്രിന്റ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ റേറ്റ് വരുന്നത് വെറും 10,000 രൂപയാണ്. 2009 മോഡൽ മിസ്തുബിഷിയുടെ പജീറോ ആട്ടോ ഞാൻ നിങ്ങൾക്ക്. അപ്പോ നിങ്ങളിത് വെറുതെ ആയിട്ട് കാണണ്ട. ഈ ഒരു വീഡിയോ പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആണെങ്കിൽ മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എടുത്തേക്കുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് 10,000 രൂപയ്ക്കാണ് ഈ ഒരു മോഡൽ അല്ലെങ്കിൽ ഈ ഒരു പജീറോ നിങ്ങൾക്ക് തരാൻ പോകുന്നതാണ് പറയുന്നത്. അതായത് 10,000 രൂപയ്ക്ക് ഇവരുടെ ഇതൊരു ടോക്കൺ പോലത്തെ എന്തൊരു പരിപാടി നമ്മൾ വാങ്ങണം. അത് വാങ്ങിച്ചാൽ മാത്രമേ അതിനകത്ത് ആ ടോക്കണിൽ നിന്ന് നറുക്കെടുക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു സാധനം കിട്ടുകയുള്ളൂ. അപ്പം ഈ ഒരു 10,000 രൂപയുടെ ഒരു ടോക്കൺ 100 ആളുകൾ വാങ്ങുമ്പോഴത്തേക്കിന് 10 ലക്ഷം രൂപ ഏകദേശമായി. ഓക്കെ, എന്നിട്ട് ഒരാൾക്ക് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ സെയിൽസിന് ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ഈ 10 ലക്ഷം രൂപ എന്ന് എടുത്ത് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇങ്ങോട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവരിട്ടേക്കുന്ന മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം. 6,80,000 രൂപ മിസ്തുബിഷിയുടെ പജീറോ സ്വന്തമാക്കിയല്ലോ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് 2009 മോഡൽ മിസ്തുബിഷി പജീറോ SFX 4x4 ആണ്. 1,20,25,000 കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ ഓടിയിരിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണോ. നല്ല കിടിലൻ ഫാൻസി നമ്പർ വരുന്നത് 2345 പറഞ്ഞിട്ട് 5ന്റെ കൂടെ 2 കൂട്ടി കഴിഞ്ഞാൽ 7, അതുപോലെ തന്നെ 4ന്റെ കൂടെ 3 കൂട്ടി കഴിഞ്ഞാൽ 7. ഞങ്ങളുടെ KLC ഹീറോസ് ആ ഒരു ഡിമാൻഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വണ്ടിയിൽ കുറച്ച് അല്ലറച്ചിലുള്ള പണികളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം പറയാം. പിന്നെ ഓഫ് റോഡ് കൊണ്ടുപോകാനായിട്ടുള്ള മൂടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് നഷ്ടവും കാര്യങ്ങളൊന്നും വരാനായിട്ടില്ല. ഓക്കെ, ഇതിനകത്ത് പുള്ളിക്കാരി അല്ലറ ചില്ലറ പണികളുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ എന്താണ് പണി എന്നുള്ളത് പുള്ളിക്കാരി പറയുന്നില്ല. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ആണെങ്കിൽ ഈ 6,80,000 ഇവര് എമൗണ്ട് പറയുമ്പോഴും താഴെ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അതായത് അറൌണ്ട് 10 ലക്ഷം രൂപയാണ് ഈ വണ്ടിയുടെ വില എന്നുള്ളതാണ് പുള്ളിക്കാരി എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ മറ്റൊരു പ്രൊഫൈലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിരിക്കുന്ന മറ്റൊരു വീഡിയോ ഉണ്ട്. അതായത് ഈ പറയുന്ന സാധനം അത്യാവശ്യം നല്ല പണി കിട്ടിയേക്കുന്ന ഒരു വണ്ടിയാണെന്നുള്ളത് ഞാൻ ആ ഒരു വീഡിയോ കൊണ്ട് ഇങ്ങോട്ട് വെക്കാം. BK2345 നല്ല ഫാൻസി നമ്പർ വണ്ടിയിൽ. പക്ഷെ ഇത് എവിടെയോ കണ്ടിട്ടുണ്ട്. ഇതല്ലേ ആ വണ്ടിയും? KL07 BK2345 ആക്സിഡന്റിന് മണിക്കൂറുകൾക്ക് മുമ്പുള്ള ഫോട്ടോ. ഇത് നമ്മുടെ കസിൻ ചേട്ടന്റെ വണ്ടിയായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോതമംഗലം വറാട്ടുപാറ ട്രിപ്പ് സമയം കലുങ്കിലിടിച്ചും പറഞ്ഞ അപകടത്തിൽ തകർന്ന വണ്ടിയാണിത്. കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഇത് കാണുന്നത്. മഞ്ഞ പെയിന്റിൽ ഇറക്കുന്നതാണ്. KL07 ഫാൻസി നമ്പറുള്ള വണ്ടി. ഇനി അതായിരിക്കുമോ ഇത്? ഒരു കോക്കാച്ചിന് സ്റ്റിക്കർ അടിച്ച് കഴിഞ്ഞാൽ ആക്സിഡന്റ് വേണ്ടി 10 ലക്ഷം രൂപ വിൽക്കാൻ പറ്റും. കോക്കാച്ചി അല്ല, കൊച്ചിക്കാരി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് അല്ലറ ചില്ലറ പണികളെന്നാണല്ലോ പുള്ളിക്കാരി പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ഇത് ഇതുപോലെ ഒരു കലിങ്കിൽ ഇടിച്ചിട്ട് നല്ല രീതിയിൽ മറിഞ്ഞേക്കുന്ന ഒരു അത്യാവശ്യം നല്ല പണി കിട്ടിയേക്കുന്ന ഒരു വണ്ടിയാണെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ഇതിനൊരു മറുപടി ആയിട്ട് പുള്ളിക്കാരുടെ തന്റെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഇട്ടുണ്ട്, അതുകൂടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഞാൻ ഈ ഒരു വണ്ടിയെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ വണ്ടി എനിക്കൊരു 1 ഇയർ ബാക്ക് ആണ് എന്റെ കയ്യിലേക്ക് വരുന്നത്. അത് സെയിലിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ അന്നേരം എന്ന് പറഞ്ഞാൽ ഈ കളർ അല്ലായിരുന്നു വണ്ടിക്ക്. കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളറായിരുന്നു. ഇപ്പൊ അത് ഇതിപ്പോ 2009 മോഡൽ വണ്ടിയാണ്. ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ റീപെയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറക്കിയ ഒരു വണ്ടിയാണ്. ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയുടെ വർക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഹൈഡ്രോളിക്. ഓക്കെ, ഇതിനകത്ത് ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയുടെ വർക്ക് ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. ഈ ഒരു എമൗണ്ട് 2.5 ലക്ഷം രൂപയുടെ ഈ ഒരു എമൗണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഷോക്ക് അബ്സർവർ ബുഷും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടേക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇന്നലത്തെ ആ ഒരു ട്രോൾ വീഡിയോയിൽ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ മുതുമുത്തച്ഛനെ വരെ തേടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. കളിയാക്കി തന്നെ ഞാൻ പറയത്തുള്ളൂ. അല്ല, ഇപ്പൊ വണ്ടി എടുക്കാനിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വണ്ടീനെ പറ്റി അറിയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ വണ്ടിയുടെ മുതുമുത്തച്ഛൻ മാത്രമല്ല ഇതിന്റെ പൂർവ്വകാല ചരിത്രങ്ങൾ വരെ തേടി പോകുന്നിരിക്കും. അതൊരു വണ്ടി കച്ചവടം ആകുമ്പോൾ അത് അങ്ങനെയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒരു വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെ പറ്റിയിട്ട് കൊള്ളാം നല്ല വണ്ടി എന്ന് പറഞ്ഞത് വെറുതെ പോയി എടുക്കാമല്ലോ. തീർച്ചയായിട്ടും ഇത് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടോ കാര്യങ്ങളൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ആളുകൾ എന്തായാലും അന്വേഷിക്കും. ഈ വണ്ടി യൂസ് ചെയ്യുന്ന ഓണറുടെ അടുത്ത് നമ്മൾ ഈ ഒരു വണ്ടി വന്ന സമയത്ത്, എന്റെ കയ്യിലേക്ക് വന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ചിട്ടാണ് എന്റെ കയ്യിലേക്ക് ഞാൻ ഈ വണ്ടി എടുത്തത്. അപ്പോൾ അതിൽ ഇന്നത്തെ ആ ഒരു ട്രോൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വണ്ടി എന്താണ് കലിങ്കിൽ എന്തൊക്കെയോ തട്ടിയിട്ട് മറിഞ്ഞ വണ്ടിയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ആൾട്ടോ അല്ല, പജേറോയാണ്. കാടും മലയും കുന്നും ഒക്കെ കയറി പോകുന്ന ഒരു വണ്ടിയാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് റോട്ടിലൊന്നും അല്ല ഓടിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ കാട്ടിൽ തന്നെ കൊണ്ടുവരേണ്ട ഒരു വണ്ടിയാണെന്ന് വേണമെങ്കിലും അല്ല, അങ്ങനെ കൊണ്ടുനടക്കേണ്ട ഒരു വണ്ടിയാണ്. ആ ഒരു വണ്ടിനെ ആ ഒരു ട്രോൾ ചെയ്ത വ്യക്തിയുടെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് പുള്ളിയും ഒരു ചെറിയ രീതിയിലൊക്കെ ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് പോലും ഈ വണ്ടിനെ എടുത്തിട്ട് ട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ എന്ത് പൊട്ടനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, വണ്ടി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ആക്സിഡന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ തട്ടുക മുട്ടുക കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ വണ്ടിയുടെ ഈ ഒരു വണ്ടി ഓടിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്.
പക്ഷെ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കണമെങ്കിൽ ഇതിനെ പറ്റിയിട്ട് വലിയ ഗ്രാഹ്യം വേണം എന്നൊക്കെ പറയുന്ന കാര്യത്തെ പറ്റി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ വണ്ടിക്ക് നിങ്ങൾ ഇടുന്ന ഒരു വിലയും അല്ലെങ്കിൽ ഈ വണ്ടിക്ക് മുൻപ് എന്താണ് സംഭവിച്ചത് ഇതും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് അവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അല്ലാതെ ഈ വണ്ടിയെ പറ്റിയിട്ട് ഇതിന്റെ കൂടുതൽ ടെക്നിക്കാലിറ്റിയെ പറ്റിയിട്ടല്ല അവിടെ സംസാരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഈ വണ്ടിയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നല്ല രീതിയിൽ തന്നെ ആളുകൾ കാണുന്നുണ്ട്. എന്റെ ഹേറ്റേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടപ്പെടുന്നവരായിക്കോട്ടെ കാണുന്നുണ്ട്. പക്ഷെ അതിലൊരു 100 പേരെ ചിലപ്പോൾ ഈ പറഞ്ഞ വണ്ടി ഓടിച്ചിട്ടുണ്ടാവുള്ളൂ, ബാക്കി ആരും ഈ വണ്ടി ഓടിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ വണ്ടി ഓടിച്ചവർക്കും ഈ വണ്ടി യൂസ് ചെയ്യുന്നവർക്കും മാത്രമേ ഈ വണ്ടിയുടെ വില എന്താണെന്നുള്ളത് അറിയാൻ പാടുള്ളൂ. അല്ല, വണ്ടി ഓടിച്ചവർക്കും യൂസ് ചെയ്തവർക്കും മാത്രമല്ല, അല്ലാതെ കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ഈ പറയുന്ന പോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു വണ്ടിയുടെ വില എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ ഒരു വണ്ടിയുടെ വില ഞാനിപ്പോൾ OLX നോക്കിയൊരു സാധനം വായിക്കാം ഇങ്ങോട്ട്. ഒരു 2009 മോഡലിന്റെ ഒരു 1,70,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടിയുടെ വില എന്ന് പറയുന്നത് 7,50,000. അപ്പോൾ ഏറ്റവും കൂടിയൊരു വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2000 അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്റർ ഓടി 2009 മോഡൽ. ഇത് എനിക്ക് വണ്ടിയെ പറ്റി കൂടുതൽ ഗ്രാഹ്യമൊന്നുമില്ല, എന്നിരുന്നാൽ പോലും OLX നോക്കിയപ്പോൾ കണ്ടൊരു സംഭവമാണ്. 8,50,000 രൂപയാണ് ഇതിന്റെ ഒരു വില കൊടുത്തേക്കുന്നത് OLX. എന്തായാലും ഈ ഒരു വിലയ്ക്ക് ഈ പറഞ്ഞ അപ്പോഴും ആളുകൾ വാങ്ങുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പോഴും എന്തായാലും ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് ആണ്. ഓക്കെ, അപ്പോഴും ഈ പറയുന്ന തട്ടലും മുട്ടലിന്റെ കാര്യം ഇവിടെ പറയുന്നില്ല, സംസാരിക്കുന്നില്ല. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ വേറൊരു സംഭവം കണ്ടെന്ന് വെച്ചാൽ ഒരു 2015 മോഡൽ വണ്ടിക്കാണെങ്കിൽ 81,000 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിക്കാണെങ്കിൽ അറൗണ്ട് ഒരു 8 ലക്ഷം രൂപ വരുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന പോലെ 2015 മോഡലിനുള്ള സാധനമാണ്. ഓക്കെ, ഇനി ആ സാധനം കൂടെ നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കാം. സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് ഇപ്പോൾ ഒരു 8 ലക്ഷം പോട്ട് ഒരു 9 ലക്ഷം കൂട്ടിക്കോട്ടെ, 9 ലക്ഷം ഇരുന്നോട്ട്. അപ്പോഴും ഈ വണ്ടിക്ക് 10 ലക്ഷം രൂപയുടെ മൂല്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടത്. ഓക്കെ, അതെന്താണെന്നുള്ളത് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വരുന്നുണ്ട്. ഒരു ചെറിയൊരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു കലങ്കിൽ മറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വണ്ടിക്ക് ഇത്രയും ആളുകൾ നെഗറ്റീവ് പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പൊ എന്താണ് അത്രത്തോളം പറയാനുള്ള കാര്യം എന്നൊക്കെ നമുക്ക് ഇങ്ങോട്ട് നോക്കാം. അതിന് മുന്നേ പുള്ളിക്കാരി പറയുന്ന ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് വെക്കാം. ഒരു പോളീസ് ഞാൻ പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പോൾ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് എന്റെ കയ്യിലേക്ക് ആ വണ്ടി വരത്തുള്ളൂ. ഇപ്പൊ നിലവിൽ പക്ക ഒരു സ്ക്രാപ്പ് കണ്ടീഷനിലാണ് വണ്ടി ഇപ്പൊ നിലവിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിക്കാൻ കൊണ്ടുപോയി ഇട്ടേച്ച വണ്ടിയാണ് ഞാൻ എടുത്ത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് വളരെ ചീപ്പ് റേറ്റിൽ തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നതും അത് വേറൊരു കാര്യം. അപ്പൊ നിലവിൽ ഇപ്പോൾ ആ ഒരു വണ്ടിയുടെ കളർ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഗ്രീൻ കളറാണ്. പക്ഷെ ആ വണ്ടി എന്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ വണ്ടിയുടെ കളർ മാറ്റും. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ വണ്ടി. കാരണം ഈ വണ്ടിയുടെ ഫസ്റ്റ് ഇപ്പൊ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഈ വണ്ടിയുടെ ഫസ്റ്റ് ഓണർ ഈ വണ്ടിയുടെ ആദ്യത്തെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി പർപ്പിൾ കളറാണ്. അപ്പൊ നിലവിൽ ഇപ്പോഴത്തെ ഈ ഓണറിന്റെ കയ്യിലേക്ക് ഈ വണ്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് വണ്ടിയുടെ കളർ മാറ്റണമെന്ന് തോന്നി. പുള്ളി അപ്പൊ അത് ഒരു യെല്ലോ കളറിലേക്ക് ആക്കി. അതിപ്പോ ഇത്ര വലിയ തെറ്റാണോ? നമ്മള് അല്ല, കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന കാര്യമൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഇതെല്ലാം മൊത്തത്തിൽ മറച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ കളർ മാറ്റിയിട്ട് ഇങ്ങനൊരു വണ്ടി ആരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ആളുകളെ ഭാവിപ്പിച്ചിട്ട് അങ്ങനെ തോന്നിപ്പിച്ചിട്ട് ഇതിന് വലിയൊരു എമൗണ്ട് ഇടുക എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആളുകൾക്കാണെങ്കിൽ നെറ്റി ചുളിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആക്സിഡന്റ് ആയ വണ്ടിയാണ്, നീ ആൾക്കാരെ പറ്റിച്ചതല്ലേന്ന്. ഞാൻ എപ്പോഴാണ് ആൾക്കാരെ പറ്റിച്ചത്? ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഈ വണ്ടി ആക്സിഡന്റ് ആയിട്ടില്ല, ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ആക്സിഡന്റ് ആയെന്നും പറഞ്ഞിട്ടില്ല, അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മാത്രമേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ആക്സിഡന്റ് ആയി എന്നുള്ള രീതിയിലും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടില്ല. വണ്ടിയുടെ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം ഒരു 19 പേരെങ്കിലും 19 അതിന് മേലെ ആളുകൾ എന്റെ വീടിന്റെ താഴെ വന്നിട്ട് ഈ വണ്ടി നോക്കിയിട്ട് പോയിട്ടുണ്ട്. അന്ന് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ട് ചേട്ടാ ഇന്ന കാര്യങ്ങളുണ്ട്, ഇത്ര രൂപയ്ക്ക് ഈ വണ്ടി പണിതിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി എന്നെല്ലാം പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഓരോ കസ്റ്റമർ വരുമ്പോഴത്തേക്കും ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അല്ല, 50 പേര് വന്ന് ഈ ഒരു വണ്ടി നോക്കിയിട്ടും അവർ ഈ ഒരു വണ്ടി വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം വാല്യൂ അല്ലേ ഉള്ളൂ ഈ ഒരു വണ്ടിക്ക്. അപ്പോൾ 50 പേര് വന്ന് നോക്കിയിട്ട് അവർ വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ അത്രയും 50 പേർക്കും കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ടാണ് 50 പേരും വരുന്നത്. 50 പേരിൽ ഒരാൾക്ക് പോലും ഈ പറയുന്ന വണ്ടി വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലേ? എന്തായാലും തീർച്ചയായിട്ടും എന്താണ് ഇതിനകത്തുള്ള പ്രശ്നം? അല്ലെങ്കിൽ 50 പേരും വാങ്ങാതെ പോയതിന്റെ കാര്യം. കപ്പാസിറ്റി ഉള്ളവർ വന്നിട്ടുണ്ടാവും, ഇല്ലാത്തവർ വന്നിട്ടുണ്ടാവും. എന്തായാലും കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ കോടികളുടെ ആസ്തിയുള്ള ഒരാൾ പോലും 10 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി വാങ്ങും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഞാൻ ഈ ഒരു കോണ്ടന്റിലോട്ട് എത്തുന്നതെന്ന് വെച്ചാൽ ഒരു ഫേസ്ബുക്കിലാണ് ഒരു പോസ്റ്റ് ചെയ്യുന്നതാണ്. പോസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം. അതായത് ഇവൾ പണ്ടേ ഉടായിപ്പാണെന്ന് അറിയാമായിരുന്നു. നെയിം ലിച്ചൂസ് കൊച്ചിക്കാരി. വണ്ടിക്ക് നല്ല ഓഫർ ആണെന്ന് പറയും, എന്നിട്ട് ലോകത്ത് എവിടെയും ഇല്ലാത്ത കത്തി റേറ്റ് ആയിരിക്കും പറയാ. ഇപ്പോൾ ഇവിടെ വേറൊരു ഉടായിപ്പ് പുറത്ത് വന്നിട്ടുണ്ട്. അത് കാരണം ഇവൾക്ക് ഇപ്പോൾ ഫുള്ള് തെറിയാണ്. യൂട്യൂബിൽ വരെ ആളുകൾ തെറി പറയണേൽ ഇവളെ ഉടായിപ്പ് ലെവൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ അടുത്ത് ഇവൾ സെയിൽസിന് ഒരു പജീറോയുടെ വീഡിയോ ഇട്ടിരുന്നു. റേറ്റ് 10 ലക്ഷം ആണെന്ന് പറഞ്ഞ് 2009 മോഡൽ നല്ല കണ്ടീഷനുള്ള വണ്ടിക്ക് തന്നെ 10 ലക്ഷം ഒന്നും വേണ്ട എന്നതാണ് സത്യം. ഇവിടെ റേറ്റിന്റെ കാര്യം ഒന്നും അല്ല വിഷയം. ഇവൾ ഈ വണ്ടിക്ക് ചെറിയ ആക്സിഡന്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ചെറിയ ആക്സിഡന്റ് എന്താണെന്ന് യൂട്യൂബിലെ ജാസ് എന്നൊരു പയ്യൻ കണ്ടുപിടിച്ചപ്പോഴാണ് അറിയാൻ പറ്റിയത്. വണ്ടി ഒരു മലയുടെ മുകളിൽ നിന്ന് 4-5 മറിയൽ മറിഞ്ഞു ഫുൾ തരിപ്പണമായി ടോട്ടൽ ലോസ് ആയ വണ്ടിയാണ് എന്ന് ഇതിനെയാണ് അവൾ ഒരു ഉളുപ്പില്ലാതെ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് 10 ലക്ഷത്തിന് സെയിൽ ചെയ്യാൻ നോക്കിയത്. ഒരു ആക്സിഡന്റ് വണ്ടിക്ക് ഒക്കെ മാർക്കറ്റിൽ റേറ്റിന് നല്ല വ്യത്യാസം ഉണ്ടാകും. ടോട്ടൽ ലോസ് ആയ വണ്ടിക്ക് പിന്നെ പറയുകയും വേണ്ട. ലാസ്റ്റ് ഉടായിപ്പ് ചെക്കന്മാരൊക്കെ കൊണ്ടുവന്നപ്പോൾ ഇവൾ ഇതിനെ ന്യായീകരിച്ചുള്ള വീഡിയോസ് കാണാം. ഇവിടെയൊക്കെ തൊലിക്കട്ടി. ഇനി മേലാൽ ഇവളെ അറിയുന്ന ആരും ഇവളെ അടുത്ത് നിന്ന് വണ്ടി എടുക്കാൻ നിൽക്കില്ല. ഇനി ആരെങ്കിലും എടുക്കണേൽ അവർ ലോക പൊട്ടന്മാർ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞേക്കുന്ന ഒരു പോസ്റ്റാണ്. ഇനി ഇത് കഴിഞ്ഞ് ജാസ് എന്ന് പറഞ്ഞൊരു പയ്യന്റെ ഇന്ന് മാസ്റ്റർ മൈൻഡ് മൈനു ആ യൂട്യൂബ് ചാനലിലോട്ട് വാങ്ങിച്ചേക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. അതിൽ വെച്ചേക്കുന്ന വോയിസ് ക്ലിപ്പാണ്. അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ആയി ഈ ഒരു വണ്ടീനെ പറ്റിയിട്ട് പറയുന്നത്. വണ്ടി വടാട്ടുപാറയിൽ വെച്ച്
ഒരു 12 പേരായിട്ട് നമ്മുടെ കമ്പനിക്കാർ നമ്മുടെ ചേട്ടനാണ് വണ്ടി ഓടിച്ചു വെച്ചു. പുള്ളി തിരിച്ചു തന്നെ വഴിക്ക് മറ്റേ ഓഫ് റോഡ് പോലത്തെ റോഡായിരുന്നു. വണ്ടി വളച്ചപ്പോഴത്തേന് ഫ്രണ്ട് ടയർ ഒരു കല്ലിൽ കുത്തിയിട്ട് ഈ വണ്ടി ഒരു 3 മറിച്ചിൽ മറിഞ്ഞ് താഴെ വന്നു. വണ്ടി മറി താഴ്ത്ത് വീണിട്ട് ഒരാളുടെ പെടൽ ഒടിഞ്ഞു പോയി. എല്ലാവർക്കും പരിക്ക് പറ്റി. ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നിട്ട് വണ്ടി ലാസ്റ്റ് റിക്കവർ ചെയ്ത് മൂവാറ്റുപുഴയിലാണ് വണ്ടി ഇട്ടേച്ചത്. അങ്ങനെ മൂവാറ്റുപുഴയിൽ വണ്ടിയുടെ നോക്കാൻ വേണ്ടി പോയപ്പോൾ വണ്ടി കാണാൻ വേണ്ടി പോയപ്പോൾ ഞാനുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയുടെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾഭാഗം ഇല്ല വണ്ടിക്ക്. അതുപോലെ ഫ്രണ്ട് ബോണറ്റ് തിരിഞ്ഞു പോയിട്ട് എഞ്ചിനും ബോണറ്റും അടക്കം ആ ഫ്രണ്ടിലത്തെ പീസ് ഫുള്ളായിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോയി, ബാക്കിലെ ഭാഗവും തിരിഞ്ഞു. ടോട്ടൽ ലോസ് ആയ വണ്ടിയാണ്. ആ വണ്ടിക്കാണ് അവർ 10 ലക്ഷം രൂപ ഇട്ടേക്കുന്നത്. ഓക്കെ, ഈ 10 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു സെക്കൻഡ് ഹാൻഡ് വലിയൊരു കുഴപ്പമില്ലാത്തൊരു പജീറോ നിങ്ങൾ OLX ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ മനസ്സിലാക്കാം. അതിന്റെ ഒരു വാല്യൂ ഏകദേശം 8 ലക്ഷം രൂപയൊക്കെ അത്രയും നിങ്ങൾക്ക് കാണാൻ പറ്റും OLX. അപ്പം ആ ഒരു സാധനം ടോട്ടൽ ലോസ് ആയ ഒരു വണ്ടിക്ക് 10 ലക്ഷം രൂപ എന്ന് പറയുമ്പോഴത്തേക്കിന് അതെന്തോന്നേ എവിടുത്തെ വിലയാടേത്? ഈ വണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റായിട്ട് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഷോറൂമുകാർ 28 ലക്ഷം രൂപ ഈ വണ്ടി ഫുള്ള് പണിത് എടുക്കണമെങ്കിൽ വരുമെന്ന് പറഞ്ഞു. കേട്ടില്ലേ, ഷോറൂമുകാർ 28 ലക്ഷം രൂപയാണ് അവർ പറഞ്ഞേക്കുന്നത് പണിയാനെ കൊണ്ട്. ഓക്കെ, വീഡിയോയുടെ തുടക്കത്തിൽ ഈ ഒരു ലേഡി എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതായത് 2-2.5 ലക്ഷം രൂപയുടെ സാധനം ഞാൻ അതിങ്ങോട്ട് പ്ലേ ചെയ്യാം. കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറക്കിയ ഒരു വണ്ടിയാണ്. ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയുടെ വർക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, 28 ലക്ഷം രൂപ പറഞ്ഞ അല്ലെങ്കിൽ പണിയാനെ കൊണ്ട് പറഞ്ഞ ആ ഒരു വണ്ടിക്കാണെങ്കിൽ ഒരു 2-2.5 ലക്ഷം രൂപയ്ക്ക് പണിതു എന്ന് പറയുമ്പോഴത്തേക്കിന് എത്രത്തോളം ആയിരിക്കും അതിനകത്ത് വണ്ടിയിൽ അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും എത്രത്തോളം ക്വാളിറ്റി ഉണ്ടായിരിക്കും ആ ഒരു വർക്കിന് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. എത്രത്തിലുള്ള സാധനങ്ങളായിരിക്കും വണ്ടിക്ക് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആലോചിക്കുക. എന്നിട്ട് ആ സാധനം തന്നെ ആണെങ്കിൽ 10 ലക്ഷം രൂപയ്ക്കാണ് ഇവർ വിൽക്കുന്നത്. ടോട്ടൽ ലോസ് ചെയ്തിട്ട് എന്താ ചെറിയ എമൗണ്ട് അങ്ങാണ്ട് ഈ വണ്ടിക്ക് കിട്ടി. ഈ വണ്ടി അന്ന് ഉപേക്ഷിച്ച വണ്ടിയാണ്. അതിനുശേഷം ഈ വണ്ടി അത് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരു ദിവസം ഈ കുണ്ടന്നൂർ വെച്ചിട്ട് കണ്ടായിരുന്നു. മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ച് വണ്ടി മൊത്തത്തിൽ മാറ്റി. അന്ന് എനിക്ക് തോന്നുന്നില്ല എന്തോ ബോഡി മാറ്റിയതാണ്. ഇനി അന്നേരം വണ്ടിക്ക് വലിയ മെനയൊന്നും ഇല്ലായിരുന്നു. അവിടെ ഇവിടെ പാടുകളും ചളുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ രീതിയിൽ തന്നെ പണിത് എടുത്താണെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഒരു ദിവസം മഞ്ഞ പെയിൻ്റ് അടിച്ച് വണ്ടി കണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഇട്ടേക്കുന്ന ആ ഒരു വണ്ടിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലുള്ള ആ ഒരു വണ്ടിക്ക് പിന്നെയും ഈ ഒരു 10 ലക്ഷത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ട്രോൾ വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ വന്നതിന് ശേഷമാണെങ്കിൽ പിന്നെ പുള്ളിക്കാർ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അതോടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഈ വണ്ടിക്ക് എത്രയാണ് ചോദിക്കണമെന്നൊക്കെ പലരും എൻ്റെ അടുത്ത് ഇപ്പോഴും വന്നിട്ട് ആ ട്രോൾ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. 2009 മോഡൽ SFX ആണിത്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. റീ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ റീസെന്റ് കഴിഞ്ഞതേ ഉള്ളൂ. 10 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ വണ്ടി 10 ലക്ഷം രൂപയ്ക്ക് ആരാണ് വാങ്ങാൻ പോവുക? അല്ലെങ്കിൽ ഇത്രയും ടോട്ടൽ ലോസ് ആയ ഒരു വണ്ടി 28 ലക്ഷം രൂപ പണിക്കൂലി അല്ലെങ്കിൽ എത്ര രൂപയാവും ഇത് വണ്ടി പണിയാനെന്ന് പറഞ്ഞപ്പോൾ 28 പോട്ടെ, ഒരു 20 ലക്ഷം പോട്ടെ, ഒരു 15 ലക്ഷം പോട്ടെ, ഒരു 10 ലക്ഷം രൂപയ്ക്ക് പണിയണമെന്ന് പറഞ്ഞൊരു വണ്ടി എന്ന് തന്നെ കൂട്ടുക. അത് 2 ലക്ഷം രൂപയ്ക്ക് പണി തിറക്കി 2.5 ലക്ഷം രൂപയ്ക്ക് പണി തിറക്കി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാലോ ആ വണ്ടി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. ഇനി എന്തായാലും പുള്ളിക്കാരി പറയുന്ന ബാക്കി കാര്യങ്ങളോട് കേൾക്കാം. ഈ ഒരു നിമിഷം വരെ പല ആൾക്കാരും എനിക്ക് വീഡിയോസ് അയച്ചുകൊണ്ടിരിക്കണം, നീ നാട്ടുകാരെ പറ്റിക്കണല്ലേ, നാട്ടുകാർ അങ്ങനത്തെ വർത്താനം വരെ പറഞ്ഞു. ഞാൻ ആരെയും ഇതുവരെ സത്യം പറഞ്ഞാൽ പറ്റിച്ചിട്ടില്ല. ഒരാളെ പോലും ഞാൻ പറ്റിച്ച് കച്ചവടം ഞാൻ ചെയ്തിട്ടില്ല. ഉള്ളതുപോലെ പറഞ്ഞിട്ടേ കൊച്ചിക്കാർ ഇതുവരെ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ പോലും വിറ്റിട്ടുള്ളൂ. അത് എന്റെ ഏത് കസ്റ്റമർ ആയിക്കോട്ടെ ചോദിച്ചു നോക്കാൻ എനിക്ക് അതിൽ ഒരു വിഷയമില്ല. ഇന്നും എന്റെ അടുത്ത് നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയ കസ്റ്റമേഴ്സ് ഇന്നും എന്റെ കയ്യിൽ നിന്ന് വീണ്ടും വണ്ടികൾ എടുക്കുന്നുണ്ട്. ഞാൻ അല്ല, ഇനി അവർ ഈ ഒരു വിഷയം അറിഞ്ഞതിന് ശേഷം വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പറ്റിച്ചു എന്നുള്ള ഒരു കാര്യം എനിക്ക് അങ്ങോട്ട് തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. പലരും സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു കാര്യം ആളുകളെ പറ്റിച്ചു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ് നടത്തുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. ശരിയാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അവർ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് ആലോചിക്കണ്ടേ. അവർ പറഞ്ഞ സത്യമാണ്. ഇത് സോഷ്യൽ മീഡിയ ഇത്രയും വൈഡ് രീതിയിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം വെക്കുമ്പോഴത്തേക്കിന് ആൾക്കാർ ഇതൊന്നും മനസ്സിലാക്കില്ലെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് തിരുത്തല്ലേ വേണ്ടത്, അല്ലാതെ ഇഷ്ടപ്പെടാതെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണോ വേണ്ടത്? ആലോചിച്ചത് നമ്മളിപ്പോ ഒരു റൂട്ടിൽ കൂടെ പോകുന്ന സമയത്ത് കുറെ പട്ടികൾ ഇങ്ങനെ വഴി കിടന്ന് കുരക്കാനായിട്ടുണ്ടാവും. നമ്മളത് നോക്കി അതിനെ കല്ലെറിഞ്ഞ് ഓടിക്കേണ്ട കാര്യം. കുരക്കുന്ന പട്ടി സത്യം കടിക്കില്ല. ഞാൻ ആദ്യം അതെ, കുരയ്ക്കുന്ന പട്ടി കടിക്കത്തില്ല. പക്ഷേ ഈ പട്ടിയുടെ കുര കാരണം ബാക്കിയുള്ളവരൊന്നും അടുത്തോട്ട് വരത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയ ഒരു സാധനത്തിനെ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരാൾ കേവലം ഒരു പട്ടിയോടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങുന്ന ഒരാൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിക്കുക തന്നെ. അപ്പം അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നവരെ കേവലം ഒരു പട്ടിയോട് മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം വാല്യൂസ് മാത്രമല്ല ആ ഒരു കസ്റ്റമറിന് കൊടുക്കുന്നുള്ളൂ. മനസ്സിലാക്കേണ്ട ഏതൊരു ബിസിനസ് ആണെങ്കിലും കസ്റ്റമർ ആണ് കിങ്. പിന്നെ ചുറ്റുമുള്ള ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളത് ഒരു ബിസിനസ് ഭയങ്കര വാല്യൂ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. ആരും തെരഞ്ഞെടുക്കാത്ത അല്ലെങ്കിൽ ഇപ്പോൾ ഒട്ടുമിക്ക പെൺകുട്ടികളും തെരഞ്ഞെടുക്കാത്ത ഒരു ഫീൽഡാണ് വണ്ടി കച്ചവടം. ഒരുപാട് റിസ്ക് ഉണ്ട് ഇതിൽ. ആ ഒരു റിസ്ക് എല്ലാം മറ്റേത് തന്നെയാണ്. ഞാൻ ഇപ്പോഴും ഈ ഒരു ഫീൽഡിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത്. എനിക്ക് ഒരുപാട് ചതികളും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ തളരാത്ത വേറൊന്നുമല്ല. എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമൊന്നുമല്ല ഇത്. എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും അതൊക്കെ വളരെ നല്ല അടിപൊളിയായിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ കച്ചവടവും കാര്യങ്ങളൊക്കെ വരണം. അപ്പോഴും നിങ്ങൾക്കൊരു ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യപ്പെടും. ഓക്കെ, കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോഴത്തേക്കില്ല നിങ്ങൾ ഇതിനെ ചൂണ്ടിക്കാണിച്ചൊരു വ്യക്തിനെ നിങ്ങൾ കേവലം ഒരു പട്ടികൾ ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങാൻ വരുന്ന ഒരാൾ എത്രത്തോളം ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ഗുണം എന്നുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും. ഓക്കെ, നമുക്ക് എന്തെങ്കിലും കബളിപ്പീര് പറ്റുമോ എന്നുള്ള ആൾക്കാർ ചിന്തിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ പറ്റിയ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്തുക അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക എന്നൊരു കാര്യമാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ രീതിയിൽ വന്ന് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങൾ എത്ര ഹാർഡ് വർക്കിംഗ് ആണെന്നുള്ള എത്ര സ്മാർട്ട് ആയിട്ടുള്ള എത്ര ചങ്കൂറ്റുള്ള ഒരാളാണെന്ന് പറഞ്ഞാലും
ബാക്കിയുള്ളവർ പറയുന്നത് നമ്മൾ നെവർ മൈൻഡ് എന്നുള്ള എന്ന് പറഞ്ഞാൽ പോലും ഇത്തരം കാര്യത്തിൽ നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ വരെ നമുക്ക് നല്ല അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.